രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെയും, ശുശ്രൂഷയിൽ എപ്പോഴും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളാണ്. ക്ഷമിക്കണം, ഒരു പ്രതികൂല സാഹചര്യം കഴിഞ്ഞു. ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. 1 മണിക്കൂറോളം ഊണ് കഴിക്കാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കാതെ സമയം അങ്ങനെ അറിയാണ്ട് പോയതാണ്. നാളെ മുതൽ കൃത്യസമയത്തെല്ലാം ക്രമീകരിക്കപ്പെടും. ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ഓക്കെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ആരാധിക്കാൻ പോകുന്നത് ഈശോയോടൊപ്പം ഗെത്സമനിയിൽ ആരാധിക്കാൻ പോവുകയാണ്. അഥവാ നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ ഈശോയുടെ ഒപ്പം, ഈശോയോടൊത്ത് ഈശോയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഈശോയെ പ്രാർത്ഥിക്കുന്നു, നമ്മളിരിക്കുന്നു. നമ്മൾ ഒരു ഇൻറ്റൻഷനും വയ്ക്കരുത്. ഇന്ന് നിങ്ങൾ വലിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ ഇത്രയും ചിന്തിക്കുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ. എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പോൾ അത് പ്രൈമറി, ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണത്. നമ്മൾ ഒരുപാട് കുരിശുകൾ നമ്മളിലുണ്ട്, നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, തിരസ്കരണങ്ങൾ, അവഹേളനങ്ങൾ, വഞ്ചിക്കപ്പെട്ട അനുഭവം, ഇതെല്ലാം നമ്മൾക്ക് ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ഈശോ അതേ വേദനകൾ അനുഭവിച്ചു
അതിൻ്റെ ഒരു നുള്ള്, ഒരു പങ്ക് നമുക്ക് തന്നിരിക്കുകയാണെന്ന് വിശ്വസിക്കണം. ഈശോ വഞ്ചിക്കപ്പെട്ടു, ഈശോ തിരസ്കരിക്കപ്പെട്ടു, ഈശോ അവഹേളിക്കപ്പെട്ടു, ഈശോ ചെയ്യാത്ത കുറ്റത്തിന് വധിക്കപ്പെട്ടു എന്ന പോലെ ഈശോയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന നമ്മൾ, ഈശോയുടെ മണവാട്ടിയായി തീർന്ന നമ്മുടെ ആത്മാവ്, ഈ മണവാളൻ അനുഭവിച്ച വേദനകളുടെ പങ്ക് അല്ലെങ്കിൽ അല്പം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ ഈശോയെ നമ്മൾ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് സങ്കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി, ആരെയും കണ്ടില്ല. ഇവിടെ നമ്മൾ പറയും, ഞാനുണ്ട് കർത്താവേ. ഈ ബോധ്യത്തോടെ കൈ വിരിച്ച് പിടിച്ച് കുരിശിൽ ആണി അടിക്കപ്പെട്ടപ്പോൾ ഈശോയ്ക്കുണ്ടായ വേദന, ഗെത്സമനിയിൽ രക്തം വിയർത്തപ്പോൾ ഈശോയ്ക്കുണ്ടായ വേദന, ഈ വേദനകളെല്ലാം ഒരു നിമിഷം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്കെപ്പോഴും പ്രാർത്ഥിച്ച് പാടാറുള്ള ഈ ഗാനം പാടിക്കൊണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ ഈ ജീവിതത്തിലേക്ക്, യേശുവിൻ്റെ പിന്നാലെ എന്നുള്ള ഗാനം നമ്മൾ പാടുമ്പോൾ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമർപ്പണമായിട്ട് നമുക്ക് പാടി, നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പ്രത്യേകിച്ച് ശുശ്രൂഷാ മേഖലകളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെന്നാത്മാവിൽ, കൈ ശരിക്ക് വിരിച്ചു പിടിച്ചുകൊണ്ട് ആ വേദന അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വേദനകൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെന്നാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ കൈകൾ വിരിച്ചു പിടിച്ച് വേദന അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ചിട്ടുള്ള ഒരു സംഭവത്തെ ഒന്ന് സമർപ്പിച്ച് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, യേശുവേ, അങ്ങയുടെ വേദനയോട് ഞങ്ങളുടെ ഈ വേദന സമർപ്പിക്കുന്നു. ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ ഒരു ദുരിതം, ഏറ്റവും വലിയൊരു ദുഃഖം, ഏറ്റവും വലിയൊരു അവഹേളനം സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങൾ ഓ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദന, ഏറ്റവും വലിയൊരു തിരസ്കരണം യേശുവേ അങ്ങയുടെ വേദനയോട് ചേർത്തുകൊണ്ട്, യേശുവേ അങ്ങയുടെ വേദനയോട് ചേർത്തുകൊണ്ട് ശാലബല ഹലബല ഹലബല ശാലബല ഹലബല ശാലബല യേശുവിൻ്റെ പിന്നാലെ ഞാൻ എല്ലാവരും പോകുവാനാത്മാവിൽ ഹൃദയം നൊന്ത് തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപവും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോ കുരിശിൽ മായിട്ട് മുന്നേറുന്നു. ഈശോയോടൊപ്പം ഈശോയുടെ അമ്മ മാതാവ് ആ വേദനയിൽ പങ്കാളിയായിക്കൊണ്ട്, അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ ഈശോയുടെ കുരിശിൻ്റെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു.
യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപ്പം. ഈ ജീവിതത്തിൻ്റെ എല്ലാ ആകർഷണങ്ങളും മോഹങ്ങളും എല്ലാം നമ്മളുടെ പിന്നിലാണ്. എന്നാൽ മുൻപിൽ കുരിശു. എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പിന്നിലേക്കൽപ്പം. കരങ്ങൾ വേദനിക്കട്ടെ. യേശുവിൻ്റെ എന്താണ് നമ്മൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം? ഈശോയെ, പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപ്പം. നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. പലപ്പോഴും നമ്മളെല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട അവസ്ഥ, ആരുമില്ലാത്ത അവസ്ഥ. അതായിരുന്നു ഈശോയുടെ ഭയാനകമായ ഒരു സഹനം. ഈശോ കല്ലറയിൽ ഒറ്റപ്പെട്ടാണ്. എങ്കിലും ആ സമയത്താണ് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത്. നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് വിശ്വസിക്കണം. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഒറ്റപ്പെട്ട അവസ്ഥ നമുക്കുണ്ടാകും. ആ അവസ്ഥയെ ഇപ്പോൾ ഈശോയുടെ ആ ഏകാന്തതയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ ആരുമില്ല, എല്ലാവരും ചേർന്ന് എങ്കിലും ഞാൻ നീങ്ങിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപ്പം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കൽപ്പം. ഈശോ നമുക്ക് വേണ്ടി 100% തന്നു കഴിഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ച് തൻ്റെ ഏകജാതനെ നൽകി കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുക. എന്നാൽ നമുക്ക് അനുഭവമില്ലാത്തത് നമ്മൾ 100% നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുന്നില്ല. സമർപ്പിക്കുകയാണെങ്കിൽ 100% അനുഭവം നമുക്കുണ്ടാകും. ഒരിക്കൽ കൂടി ആ 100% ഇതാ ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന ഒരു സമർപ്പണത്തോടെ നമുക്കൊന്ന് ഉച്ചത്തിൽ സ്തുതിക്കാം. ഞാൻ സമർപ്പിക്കുന്നു. 100% സമർപ്പിക്കുന്നു യേശുവേ. 100% സമർപ്പിക്കുന്നു. 100% സമർപ്പിക്കുന്നു യേശുവേ.
100% ഞാൻ സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ശാല ഹാല ബല. ഒരു സ്റ്റെപ്പ് കൂടി. നിങ്ങളിൽ ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് കർത്താവിന് നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായിട്ട് അടിയറ വയ്ക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ഇവിടെ ആൾത്താരയിൽ ഈ മദ്ബഹായിൽ ഈശോയുടെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് കർത്താവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കാം. വരുവിൻ. വരുന്നവരാദ്യം പുറകുവശത്ത് ചെന്ന് കുമ്പിട്ട് അല്ലെങ്കിൽ സാഷ്ടാംഗം വീണ് കർത്താവിന് തന്നെ തന്നെ സമർപ്പിക്കുവിൻ. ഹലബല 100% നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുന്ന 100% അനുഭവം നമുക്കുണ്ടാകുകയാണ്. പൂർണ്ണമായിട്ട് സാഷ്ടാംഗം വീണ് കർത്താവിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കും. അതാണ് ശുശ്രൂഷയുടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ശാലബല ഹലബല പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ശാല ഹലബല ഹലബല ശാലബല ലബ 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 ഓ അല്ലാഹ് ഹലബല മഖീരി അല്ലാഹ് ഹലബല ഉലൈയ ഓ കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് 100% ഞങ്ങൾ സമർപ്പിക്കുന്നു. 100% സമർപ്പിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ആരുമെൻ്റെ എൻ്റെ കൂടെ ആരുമില്ല, എങ്കിലും ഞാൻ നീങ്ങിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും 100% എന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാണ്. യേശുവിനെ മാത്രം നൽകാ, ബാക്കിയെല്ലാം മാറ്റുക. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ നമ്മുടെ ഞാൻ ജീവിതത്തിലുണ്ടായ സകലതും ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ല
ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവരെല്ലാവരും നമ്മോടൊപ്പം ഒന്നാണ്. നമുക്ക് സാവധാനം എണീക്കാം. നമ്മൾ മുട്ടുമ്പോൾ തന്നെ നിന്ന് അവിടെ തന്നെ നിന്നുകൊണ്ടൊന്ന് കരമുയർത്തി സ്തുതിക്കാം. കരമുയർത്തി സ്വതന്ത്രമായി വലിയ വലിയ സാവധാനം നമുക്ക് യഥാസ്ഥാനത്തേക്ക് പോകാം. പുറകുവശത്തുള്ളവർ ആദ്യം എൻ്റെ യഥാസ്ഥാനത്തേക്ക് പോകാം. സമാധാനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു സമാധാനവും ആനന്ദവും വരും. ഇപ്പോൾ തന്നെ നന്ദിയോടെ ഇന്ന് വൈകുന്നേരം ഈ സായാഹ്നത്തിൽ നമുക്കുണ്ടായ പുതിയ ബോധ്യങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നന്ദിയോടെ ഓർക്കാം. ശാന്തമായിരിക്കാം. ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സായാഹ്നത്തിലെ ഈ ആദ്യ ദിവസത്തിലെ ക്ലാസ്സിലൂടെയും പ്രാർത്ഥനകളിലൂടെയെല്ലാം നമുക്കെന്ത് കിട്ടി? എന്ത് പുതിയ ബോധ്യമാണ് നമുക്ക് ലഭിച്ചത്? അതിനെക്കുറിച്ചൊന്ന് നന്ദിയോടെ, ഹൃദയത്തിൽ നന്ദിയോടെ ഒന്ന് ഓർക്കുക. ഹൃദയത്തിൽ കൊണ്ടുവരിക. ഇന്നത്തെ ക്ലാസ്സുകളിലൂടെ നമുക്കെന്ത് ലഭിച്ചു? നമുക്കെന്ത് ഉൾക്കാഴ്ച കിട്ടി? എന്ത് ജ്ഞാനം കിട്ടി? നന്ദി പറയുന്നു ഈശോയെ, നന്ദി. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ആശയത്തെ അടുത്തിരിക്കുന്ന ആളോട് പറയുക, പങ്കുവയ്ക്കുക. എനിക്കിന്ന് ഇന്ന ബോധ്യങ്ങളാണ് കിട്ടിയത്. 1, 2, മാക്സിമം 3 കാര്യം പറയുക. അദ്ദേഹം നിങ്ങളോടും പറയണം. പ്ലീസ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. 2 3 പേരാകാം. ശാനാല ഹലബല ഹലബല ഹലബല. താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ.
പറഞ്ഞു കഴിഞ്ഞു ഇത്ര വേഗം. ഓക്കെ, ഇനി അടുത്തത് കർത്താവിന് നന്ദി പറയുക എന്നുള്ളത് ആണ്. യൂക്രിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം താങ്ക്സ് ഗിവിങ് എന്നാണ്. 10 ഒട്ടുരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ ഒരാൾ വന്ന് നന്ദി പറഞ്ഞോളൂ എന്ന് ഈശോ ഇത്തിരി പരിഭവം പ്രകടിപ്പിച്ചു ഇല്ലേ? 10 പേരെ ഞാൻ സുഖപ്പെടുത്തിയിട്ട് ഒരാളല്ലേ ദൈവത്തിന് നന്ദി പറയാൻ വന്നുള്ളൂ, അതും ഒരു വിജാതിയൻ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഈശോ അങ്ങനെ വിചാരിക്കരുത്, കർത്താവ് ഞങ്ങൾ എല്ലാവരും ഇപ്പം നന്ദി പറഞ്ഞു ഒരുവിധം, ഇനി 2, 3, 4 പേർ ഇവിടെ വന്ന് അത് പുരമുകളിൽ പ്രഘോഷിക്കുക, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ച. വേറെ ഒന്നും പഴയ കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ പിന്നെ ധ്യാനം കൂടി അതൊന്നും ഇപ്പോൾ പറയാൻ ഉള്ള അവസരമല്ല. ഇന്ന് വൈകുന്നേരം കേട്ട ഈ ക്ലാസ്സിൽ നിന്നും ഈ വൈകുന്നേരത്തെ ശുശ്രൂഷകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ പുതിയ എന്തെങ്കിലും ഉൾക്കാഴ്ചകൾ മാത്രം പറഞ്ഞ് നന്ദി പറയുക. പ്ലീസ് കം.